ലോകപ്രശസ്തമായ ആറ്റുകാൽ ക്ഷേത്രത്തിലെ 2026 പൊങ്കാല മഹോത്സവത്തിൻ്റെ തുടക്കം 1.5 മാസം മുമ്പ് നമ്മൾ ആരംഭിച്ചു. പന്തൽ കാൽനാട്ട് കർമ്മത്തോടെയാണ് ആരംഭിച്ചത്. ഉത്സവത്തിൻ്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടക്കും. ഉത്സവത്തിന് 3 ദിവസം മുമ്പേ ശുദ്ധികലശം നടക്കും. നാലമ്പലത്തിനകത്തുള്ള 4 വാതിലുകളിൽ കമുക് തടി വെള്ള ചുവപ്പ് തുണി കൊണ്ട് തോരണം കെട്ടും. തോറ്റമ്പാട്ട് പാടുന്നതിനായി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ ക്ഷേത്രത്തിൽ നിന്നും 41 ചുവട് അകലെ ഓലകളും മടലുകളും കൊണ്ട് പുര കെട്ടി അതിനകത്ത് ചെമ്മണ്ണ് കൊണ്ട് തിട്ടയുണ്ടാക്കി അതിന് മുകളിലിരുന്ന് ദേവിയെ തോറ്റമ്പാടി സ്തുതിക്കുകയാണ് ചെയ്തു വരുന്നത്. ഇതിനോടൊപ്പം ശ്രീകോവിലിലെ പ്രത്യേക മുഹൂർത്തത്തിൽ ദേവിയുടെ ഉടവാളിൽ മേൽശാന്തിയുടെ വലത് കൈയിൽ സഹമേൽശാന്തിയും കാപ്പ് കെട്ടും. അതോടുകൂടി ഉത്സവം ആരംഭിക്കുന്നു. കാപ്പ് എന്നാൽ പഞ്ചലോകത്തിൽ തീർത്ത 2 മോതിരങ്ങളാണ്. അത് കെട്ടുന്നതിന് പുറത്തി നാലിൽ മഞ്ഞൾ ചേർത്ത് പിരിച്ചാണ് ഉപയോഗിക്കുന്നത്. കുംഭമാസത്തിലെ തൃക്കാർത്തിക നാളിലാണ് പൊങ്കാല മഹോത്സവം ആരംഭം. തോറ്റമ്പാട്ട് എന്നാൽ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥ അവതരിപ്പിച്ച് ഓരോ ദിവസത്തെയും ചടങ്ങുകളുമായി ബന്ധപ്പെടുത്തിയുള്ളതാകുന്നു. ഇതിൽ കണ്ണകിയും കോവലിനുമായിട്ടുള്ള വിവാഹ വർണ്ണനകളാണ് 3-ാം ദിവസം പാടുന്നത്. ഇതിനെ മാലപ്പുറം പാട്ട് എന്ന് പറയും. 6-ാം ദിവസം കോവലിനെ ചിലമ്പ് മോഷ്ടിച്ചു എന്ന കുറ്റം ചുമത്തി വധിക്കുന്നു. പിറ്റേ ദിവസം 7-ാം ഉത്സവത്തിൻ്റെ അന്ന് ദുഃഖസൂചകമായി 7 മണിക്ക് നട തുറക്കുകയായിരുന്നു. ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ദേവിയുടെ സഹോദരൻ എന്ന ഐതിഹ്യങ്ങളിൽ പറയുന്ന മണക്കാട് ശാസ്താവ് 5-ാം ഉത്സവ ദിവസം ദേവിയെ കാണാൻ വരികയും ക്ഷണം അറിയിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അതിന് പ്രകാരം പൊങ്കാല ദിവസം രാത്രി ചൂരൽ കുത്തിയ ബാലന്മാരുടെ അകമ്പടിയോടുകൂടി ദേവി മണക്കാട് ശാസ്താം കോവിലിൽ പോവുകയും ഇറക്കി പൂജയ്ക്ക് ശേഷം തിരികെ വരികയും ചെയ്യും. 10-ാം ഉത്സവ ദിവസം ചൂരൽ ഇളക്കുകയും കാപ്പഴിച്ച് കുരുതി തർപ്പണത്തോടുകൂടി ഉത്സവം അവസാനിക്കും. ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാത്രി 12 മണിക്കുള്ള ദീപാരാധനയ്ക്ക് ശേഷം ശ്രീഭൂതബലി, ഭൂതങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രീഭൂതബലി നടക്കും. പിന്നെ ഇത്തവണത്തെ ആന ദേവിയുടെ തങ്കത്തിടമ്പേറുന്നത് പാറന്നൂർ നന്ദൻ എന്ന ആനയാണ്. ഇത്തവണത്തെ ഉത്സവം നല്ല രീതിയിൽ നടത്തുവാൻ ആറ്റുകാൽ ഭൗതിക ക്ഷേത്രം ട്രസ്റ്റിന് അനുഗ്രഹവും ശേഷിയും തന്നെ സഹായിക്കണമെന്ന് ആറ്റുകാൽ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദേവി ശരണം.